സ്കൂളിൽ പഠനോത്സവം 2025 സംഘടിപ്പിച്ചു. പിറവം മുനിസിപ്പാലിറ്റി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സല വർഗീസ് പഠനോത്സവം ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾ നിർമ്മിച്ച വിവിധ പഠനോപകരണങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും പ്രദർശനവും ശ്രദ്ധേയമായി. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. PTA പ്രസിഡന്റ് ബീന വിനോദിന്റെ അധ്യക്ഷതയിൽ GLPS നാമക്കുഴി സ്കൂളിലെ പഠനോത്സവം 2025 മാർച്ച് 14 ആരംഭിച്ചു. പിറവം മുനിസിപ്പാലിറ്റി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സല വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഏത് സ്കൂളിൽ ചെന്നാലും മറ്റുള്ള ഒരു 5 LP സ്കൂളുകളുണ്ട് നമ്മുടെ പിറവം നഗരസഭയ്ക്ക്. അതുപോലെ തന്നെ ഹൈസ്കൂള്, ഹയർ സെക്കൻഡറി സ്കൂള് ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും ഏറെ സന്തോഷമാകുന്ന ഒരു കാര്യമാണ് നമ്മുടെ കുഞ്ഞു മക്കള് അവരുടെ കലാവിരുദ്ധം ഇവിടെ പ്രദർശിപ്പിച്ചു വച്ചിരിക്കുന്നത്. അതൊന്ന് കാണേണ്ടത് തന്നെയാണ്. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും വളരെ അഭിമാനം തോന്നുന്നുണ്ട്. കാരണം നിങ്ങളുടെ ഈ കുഞ്ഞു പ്രായത്തില് കുഞ്ഞു മനസ്സുകൊണ്ട് നിങ്ങൾ വാർത്തെടുത്തതാണ് ഈ ഉപകരണങ്ങളെല്ലാം അവിടെ ഇരിക്കുന്നത്. അതായത് ശരിക്കും കണ്ടില്ല, നന്നായിട്ട് കണ്ടോളാം. നിങ്ങളപ്പോൾ ഒരു 10ാം ക്ലാസ് എത്തുമ്പോഴേക്കും നിങ്ങൾ മിടുക്കന്മാരും മിടുക്കികളും വളരെ എല്ലാവരെക്കാളും വരുന്ന മിടുക്കലുകളായി തീരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഡിവിഷൻ കൗൺസിലർ മോളി വല്യകട്ടയിൽ മുഖ്യപ്രഭാഷണം നടത്തി. എനിക്ക് വളരെ അഭിമാനത്തോടെ വളരെ സന്തോഷത്തോടെ പറയാൻ പറ്റും, പിറവം മുനിസിപ്പാലിറ്റിയിലെ മറ്റു സ്കൂളുകളെ അപേക്ഷിച്ച് ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ച വയ്ക്കുന്ന ഒരു സ്കൂളാണ് എന്റെ നാമക്കുഴി സ്കൂളിൽ. ഞാൻ മുനിസിപ്പാലിറ്റി പറയാറുണ്ട്, അത് വെറുതെ പറയണമല്ല, വെറും വാക്കല്ല, അത് ശരിക്കും അഭിമാനത്തോടെ ആർക്കും പറയാവുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ പിറവം ഉപജില്ലയിൽ തന്നെ, ഞാൻ ഉപജില്ലയിലുള്ള എല്ലാ സ്കൂളുകളിലും പോയിട്ടില്ല, എന്നാൽ പോലും പിറവം മുനിസിപ്പാലിറ്റിയിലെ കുട്ടികളുടെ അന്തർസംഖ്യ കൊണ്ടും പ്രവർത്തനം കൊണ്ടും എല്ലാം ഏറ്റവും മികവുറ്റ ഒരു സ്കൂളാണെന്നുള്ള കാര്യം നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ 2 പിള്ളേരാണ് വൈഗ വിനോദും പിന്നെ വിഘ്നേഷ് വിനോദും ജില്ലാ കലോത്സവത്തിന് അവർക്ക് പുരസ്കാരം കിട്ടിയത് വളരെ അഭിമാനം. ഈ സ്കൂളിലും നമ്മുടെ പിറവം മുനിസിപ്പാലിറ്റിക്കും പിറവം ഉപജില്ലയ്ക്കും എല്ലാം വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമാണ്. സ്കൂൾ ഹെഡ് മിസ്ട്രസ് കൃഷ്ണകുമാരി TN സ്വാഗതം ആശംസിച്ചു. അധ്യാപകരായ അനുപമ AK, ലിസിമോൾ VK, ആതിര S, SMC ചെയർപേഴ്സൺ റെനീറ്റ മേരി എബ്രഹാം, സുശീല ഗോകുലൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. അതുപോലെ രക്ഷിതാക്കൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവർ ഒത്തിരി കാര്യങ്ങൾ 2-3 ദിവസമായിട്ട് ചെയ്ത് അത് അവിടെ നോക്കിയാൽ കാണാം. ഒത്തിരി കഷ്ടപ്പെട്ട് ഒത്തിരി ചെയ്ത് കൊടുത്ത രക്ഷിതാക്കൾക്ക് പ്രത്യേക അഭിനന്ദനം പറയുന്നു. പിന്നെ എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ വന്ന് സഹായിച്ച എല്ലാ രക്ഷിതാക്കൾക്കും പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു. പിന്നെ അനുവിന്റെ അച്ഛൻ എപ്പോ വന്നാലും ഈ സ്കൂളിൽ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട്. ഞാൻ എപ്പോ ഇവിടെ വന്നാലും ഇവിടെ ഉണ്ട്, എന്തെങ്കിലും ജോലിയായിട്ട് ഇവിടെ ഉണ്ട്. പ്രത്യേക അഭിനന്ദനം അച്ഛൻ അറിയിക്കുന്നു. കുട്ടികൾ നിർമ്മിച്ച വിവിധ പഠനോപകരണങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും പ്രദർശനം ശ്രദ്ധേയമായി. വ്യത്യസ്തമായ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ ഐവിഷൻ പിറവം. IT രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ. IT മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള 3 മാസത്തെ CCNA നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം. നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം. ISP സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 100% പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു. രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നിയർ റെയിൽവേ സ്റ്റേഷൻ, പുതുക്കാട്.